വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി സംരംഭം ഈ മാസം 18-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇതുവരെ ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യം മാത്രം ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പോർട്ടിൽ നമുക്ക് കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾക്ക് കൂടി ആരംഭം കുറിക്കുകയാണ്. ഇത് കേരളത്തെ വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടെ ഗേറ്റ് വേ ആയി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന കാര്യത്തിനുള്ള ഒരു നല്ല തുടക്കം കൂടിയായിരിക്കും ഇത്. തുറമുഖത്തിന് പുറത്ത് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, അതുപോലെ മത്സ്യ സംസ്കരണം, നമ്മുടെ സുഗന്ധദ്രവ്യ ഉൽപ്പന്നങ്ങൾ, ഒളിയോർസൻസ് തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നതിന് പകുതി ചെലവ് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അതിൻ്റെ ഷിപ്മെൻറ്റിനുള്ള സമയം നേർപകുതിയായി കുറയുകയും ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പോർട്ടിന് പുറത്ത് ഒരു വലിയ വ്യവസായ ശൃംഖല കേരളത്തിലുണ്ടാകും. ലോജിസ്റ്റിക്സ്, അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ സ്റ്റേഷൻസ് ഉണ്ടാകും, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങളുണ്ടാകും. ഇത് വലിയ മാറ്റത്തിന് കേരളത്തിൽ വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ കൊച്ചി തുറമുഖത്തെയും കൊച്ചിയിലെ കണ്ടെയ്നർ സ്റ്റേഷനെയും 18 മിനി തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിക്കാണ് ഇതോടുകൂടി ആരംഭം കുറിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അവരുടെ ലക്ഷ്യങ്ങൾ വളരെ നേരത്തെ കൈവരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ 2ാം ഘട്ട വികസന പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2028 അവസാനിക്കുന്നതോടുകൂടി 3ാം ഘട്ട സൗകര്യങ്ങൾ കൂടി അവിടെ ഉണ്ടാകുകയാണ്. ബങ്കറിംഗ് ഫെസിലിറ്റി അടക്കമുള്ള നിരവധി സൗകര്യങ്ങൾ വിഴിഞ്ഞത്തിനുണ്ടാകും. വിഴിഞ്ഞത്തിൻ്റെ പുറത്തുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, റെയിൽ കണക്ടിവിറ്റി ഉൾപ്പെടെ, റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഈ റിംഗ് റോഡ്, അതുപോലെ ഈ റോഡ് കണക്ടിവിറ്റി, റെയിൽ കണക്ടിവിറ്റി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും നിരവധി വ്യവസായ സംരംഭങ്ങൾക്കും ഒരുപാട് സ്വകാര്യ നിക്ഷേപങ്ങൾക്കും കേരളത്തിന് സാധ്യത തെളിയുകയാണ്. ഇതോടുകൂടി കേരളത്തിൻ്റെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും അതുവഴി നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ നാട്ടിൽ നിർത്തി നിരവധിയായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും കഴിയും. 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് കേരളം മാറുകയാണ്. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ കയറ്റുമതി ഇറക്കുമതി സംരംഭം ആരംഭിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.